ഒരു പന്തിന്റെ പ്രലോഭനത്തിൽ കരിയർ കളങ്കിതമാക്കിയ ശ്രീലങ്കൻ ക്രിക്കറ്റർ. ക്രിക്കറ്റ് മാന്യന്മാരുടെ കളിയായിരുന്നു ഒരു കാലം വരെ. എന്നാൽ ചില തൽപര കക്ഷികൾ ക്രിക്കറ്റിനേക്കാളേറെ കീശയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ ക്രിക്കറ്റ് കളങ്കിതരുടെ കൂടെ കളിയായി മാറി. എന്നാൽ ഒരു കാരണവുമില്ലാതെ കരിയറിൽ കളങ്കമേറ്റ ചില ക്രിക്കറ്റർമാരെ കളിയുടെ ചരിത്രം ചുവന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തുന്നു. അങ്ങനെ ഒരു കളിക്കാരനാണ് ശ്രീലങ്കയുടെ സൂരജ് റൺദീവ് എന്ന സാമാന്യം തരക്കേടില്ലാത്ത ഓൾറൗണ്ടർ. ശ്രീലങ്കയുടെ ഇതിഹാസ താരം മുത്തയ്യ മുരളീധരന് പകരക്കാരനായി 2009 ശ്രീലങ്കൻ ടീമിലെത്തി. 2010 ഇന്ത്യക്കെതിരെ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ വീരേന്ദർ സെവാഗിന്റെ സെഞ്ചുറി കുൽസിതത്തിലൂടെ ഇല്ലാതാക്കിയ നടപടി ലോകമെങ്ങുമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ രോഷം സൂരജ് റൺദീവിലേക്ക് വിളിച്ചു വരുത്താൻ ഇടയാക്കി. ഇന്ത്യക്ക് ജയിക്കാൻ 1 റൺസും സെവാഗിന് സെഞ്ചുറി നേടാൻ 1 റണ്ണും വേണ്ടിയിരിക്കെ സൂരജ് ഒരു കുടില ബുദ്ധി പ്രയോഗിച്ചു. അന്നേ വരെ കരിയറിൽ ഒരിക്കൽ പോലും ഒരു നോബോളും എറിയാത്ത സൂരജ് റൺദീവ് മനഃപൂർവ്വം കാല് ക്രീസിന് വെളിയിലാക്കി ഒരു നോബോൾ എറിഞ്ഞു. അടിയുടെ ആശാൻ സെവാഗ് ആ പന്തും ആകാശം മുട്ടുന്ന 6 പറത്തിയെങ്കിലും ക്രിക്കറ്റ് നിയമപ്രകാരം ആദ്യം സംഭവിച്ച നോബോളിന്റെ റൺ ബലത്തിൽ ഇന്ത്യ ജയിക്കുകയും സെവാഗിന് അർഹിച്ചുറപ്പിച്ച സെഞ്ചുറി നഷ്ടമാവുകയും ചെയ്തു. ക്രിക്കറ്റ് ലോകം സൂരജ് റൺദീവിനെ കുറ്റവാളിയെപ്പോലെ നോക്കി. കുറ്റം സഹകളിക്കാരൻ തിലക് രത്ന ദിൽഷനിലും കുമാർ സംഘക്കാരയിലുമൊക്കെ അടിച്ചേൽപ്പിക്കാൻ സൂരജ് റൺദീവ് ഒരു പാഴ്ശ്രമം നടത്തിയെങ്കിലും ക്രിക്കറ്റ് ശ്രീലങ്കയും ക്രിക്കറ്റ് ലോകവും സൂരജ് റൺദീവിനെ ശിക്ഷിച്ച് 1 കൊല്ലത്തിനപ്പുറം അയാൾ ക്രിക്കറ്റ് ലോകത്തിൽ നിന്നും നിഷ്കാസിതനായി. ഹേവ കലുഹല്ലഹ മുല്ലകെ സൂരജ് റൺദീവ് കലുഹല്ല മുല്ലൈ എന്ന് പൂർവാശ്രമത്തിൽ അറിയപ്പെട്ട സൂരജ് തന്റെ ജന്മമതമായ ബുദ്ധമതം വിട്ട് മുഹമ്മദ് മർഷുഖ് മുഹമ്മദ് സൂരജ് എന്ന പേര് സ്വീകരിച്ച് മുഹമ്മദീയനായി മാറി. ഇപ്പോൾ അയാൾ ക്രിക്കറ്റർ അല്ല, പിന്നെയോ കളിയോട് പുല ബന്ധമില്ലാതെ ട്രാൻസ്ഡേ വന്ന ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ബസ് ഡ്രൈവറായി ജോലി നോക്കുകയാണ്. ചില കൈപ്പിഴകൾ കളിക്കു ശേഷവും കളിത്തെറ്റായി അവശേഷിക്കും. അങ്ങനെ അവശേഷിച്ച കാൽ നീളമുള്ള കളങ്ക ക്രിക്കറ്ററിന്റെ പേരിലെങ്കിലും സൂരജ് എന്ന കളിക്കാരന്റെ പേര് ഓർമ്മിക്കപ്പെടട്ടെ.